ഹായ് ഫ്രണ്ട്സ്, മന്ദാരം വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ, അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഉപ്പുപൊടി, കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്, കാരണം നമ്മളിത് ഒരു മുഴുവൻ വേവും ഇതിലിട്ടിട്ടല്ല വേവിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അതിന് ഒരു 3/4 വേവ് അതിനുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി റെഡിയാക്കി എടുക്കാം. ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. സവാള എടുത്താലും മതി, പക്ഷേ സവാളയെക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ്. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം. നമ്മളുടെ എത്ര അളവാണോ, അളവല്ല, നമ്മൾ കാണുമ്പോൾ എത്ര ഒരു ക്വാണ്ടിറ്റി ഉണ്ടോ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഉള്ളി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, ഉള്ളി കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ ആകെ 5 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് 5 എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നന്നായി ഒരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശം ഒന്ന് വാടി ഒരു ഇളം റോസ് നിറത്തിലേക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞ പരുവമാകുമ്പോഴേക്ക് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വേവാൻ വെച്ചിരുന്ന ആ ചിക്കൻ അത് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ആ ഉള്ളിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. വരട്ട് ചിക്കനല്ലേ, പക്ഷെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം വെള്ളം കുറവായതുകൊണ്ട് അടിക്ക് പിടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടും. അതുവരെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നമ്മൾ ഒരു തവണ ആദ്യം വെച്ച, അതായത് വെള്ളം ചേർത്ത് വേവിച്ച ആ ടൈമിൽ മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ അതിൽ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപ്പ് ചിക്കൻ കഷ്ണങ്ങളിൽ അവിടെ ഇവിടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പീസിലാണെങ്കിൽ ആ പീസിന് മാത്രമേ ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഉപ്പ് രുചി കൂടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും ഉപ്പ് വരത്തക്ക രീതിയിൽ. വെള്ളം ഇല്ലാത്തത് കൊണ്ട്, വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ തിളയ്ക്കുന്ന സമയത്തൊക്കെ ഒരുവിധമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപ്പ് റെഡിയായി വരും, എന്നാലും ഇളക്കണം. ഇനി കുറച്ചും കൂടി കറിവേപ്പില ഇട്ടിട്ട് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് ഒന്നുകൂടി ഇതുപോലെ ചെയ്തെടുക്കുക. ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇത് ഈ ചിക്കൻ വരട്ടിയത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം കുട്ടികൾ വെറുതെ എടുത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ വരട്ടിയതാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.